ഇതാണ് KTU 2019 സ്കീമിൻ്റെ EET-203 മെഷർമെൻറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ KTU 2019 സ്കീമിൻ്റെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് മെഷർമെൻറ്റ് എന്നാണ് ഫസ്റ്റ് മോഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്കറിയാം, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്, പ്രൈമറി സ്റ്റാൻഡേർഡ്, വർക്കിംഗ് സ്റ്റാൻഡേർഡ്, സെക്കൻഡറി സ്റ്റാൻഡേർഡ്. ഇതാണ് നമ്മൾ ബ്രീഫായിട്ട് എഴുതേണ്ട കാര്യങ്ങൾ. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ആൻഡ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. അവിടെ നമുക്ക് എഴുതാനുള്ളത് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്, മെക്കാനിക്കൽ എന്ന് പറഞ്ഞ് നമ്മൾ 3 ഡിവൈഡ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അതിൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിനകത്ത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ആബ്സലൂട്ടും പിന്നെ ആബ്സലൂട്ട് ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് സെക്കൻഡറി ഇൻസ്ട്രുമെൻ്റ് എന്നാണ്. 2 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റിനെ പിന്നെയും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഇൻഡിക്കേറ്റിംഗ്, റെക്കോർഡിംഗ്, ഇൻ്റഗ്രേറ്റിംഗ് എന്നും പറഞ്ഞ് ആ ഒരു ഭാഗങ്ങളാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മൊഡ്യൂൾ 2-ൽ നിന്നാണ്. വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ലോ പവർ ഫാക്ടർ വാട്ട് മീറ്റർ. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ 3-phase എനർജി മീറ്റർ. ഈ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാം. ലോ പവർ ഫാക്ടറിനകത്ത് നമ്മൾ എഴുതേണ്ട വരയ്ക്കേണ്ട ഡയഗ്രമാണിത്. ലോ പവർ ഫാക്ടർ ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിൻ്റെ. അപ്പം സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഇൻകോർപ്പറേറ്റഡ് പ്രഷർ കോയിൽ സർക്യൂട്ട്, കോമ്പൻസേഷൻ ഫോർ പ്രഷർ കോയിൽ കറണ്ട് ആൻഡ് പ്രഷർ കോയിൽ ഇൻഡക്റ്റൻസ്, സ്മോൾ കൺട്രോൾഡ് ടോർക്ക്, ഇതൊക്കെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ത് വരുന്നു? റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ 3-phase എനർജി മീറ്റർ. നമ്മൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ എനർജി മീറ്റർ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു പ്രഷർ കോയിൽ, 2 കറണ്ട് കോയിൽ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ, ഡ്രൈവിംഗ് സിസ്റ്റം, മൂവിങ് സിസ്റ്റം, ബ്രേക്കിംഗ് സിസ്റ്റം, റെക്കോർഡിംഗ് മെക്കാനിസം പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ 3-phase എനർജി മീറ്റർ നമുക്കിവിടെ ഉള്ളത് ഇതാണ്. 3-phase 2 element എനർജി മീറ്റർ എന്നുള്ള പഠിക്കാനുള്ളത്. 2 അതുപോലത്തത് കൂടുന്നതാണ് 3-phase 2 element എനർജി മീറ്റർ. അപ്പോൾ അവിടെ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അവിടെയാണ് എഴുതേണ്ടത്. അടുത്തത് ഡിസ്ക്രൈബ് ദ വർക്കിംഗ് ഓഫ് ഹോൾ എഫക്റ്റ് സെൻസേഴ്സ് ആണ്. DC ഹോൾ എഫക്റ്റ് സെൻസേഴ്സ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ഓഫ് ഹൈ DC ആണ്. അതിന് പ്രിൻസിപ്പിളുണ്ട്. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് VH = R×BI/D. ദാറ്റ് ഈസ് R എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്, ഹോൾ കോയിഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഡയഗ്രാമൊക്കെ വരച്ചാണ് നമ്മൾ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, അത് മൊഡ്യൂൾ 3-യിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, വിത്ത് ഡയഗ്രാം ഇൻഡിക്കേറ്റ് ദ കാലിബ്രേഷൻ ഓഫ് വാട്ട് മീറ്റർ യൂസിങ് DC പൊട്ടൻഷ്യോമീറ്റർ ആണ്. അതും മൊഡ്യൂൾ 3 തന്നെയാണ്. ഇതാണ് കാലിബ്രേഷൻ ഓഫ് വാട്ട് മീറ്ററിൻ്റെ ഡയഗ്രാം. ഹൈ വോൾട്ടേജ് സപ്ലൈ, ലോ വോൾട്ടേജ് സപ്ലൈ, റെഗുലേറ്റിംഗ് റിയോസ്റ്റാറ്റ്, സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ്, പ്രഷർ കോയിൽ, കറണ്ട് കോയിൽ, വോൾട്ട് റേഷ്യോ ബോക്സ്, പിന്നെ പൊട്ടൻഷ്യോമീറ്റർ ഡിവൈഡർ, ഇതൊക്കെയാണ് ഇതിലുള്ളത്. ദ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ വാട്ട് മീറ്റർ വിച്ച് ഈസ് ടു ബി കാലിബ്രേറ്റഡ്. ലോ വോൾട്ടേജ് സപ്ലൈ ഈസ് ഗിവൻ ടു ദ കറണ്ട് കോയിൽ ഓഫ് വാട്ട് മീറ്റർ. Rheostat connected in series with a coil for adjusting the value of current. Potential circuit is supplied from the supply. Volt ratio is used to step down the voltage so that potentiometer can easily read the voltage. അങ്ങനെ അവിടെയാണ് എഴുതേണ്ടത്. അടുത്തത് 4th മൊഡ്യൂളിൽ 7ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ മെത്തേഡ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് BH curve of a magnetic material. അതിന് 2 methods ആണ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് BH curve ഓഫ് സ്പെസിമെൻ. മെത്തേഡ് ഓഫ് റിവേഴ്സലും മെത്തേഡ് ഓഫ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡുമാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് എഴുതേണ്ടത്. അതിന് ഒരു റിംഗ് ഷേപ്ഡ് സ്പെസിമെൻ ഉണ്ട്, അതിൻ്റെ ഡയമെൻഷൻ അറിയാം, ഒരു റിവേഴ്സിങ് സ്വിച്ച് ഉണ്ട്, അതൊക്കെയാണ് മെത്തേഡ് ഓഫ് റിവേഴ്സൽ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് എന്ന് പറയുന്നതിന് 20 times അങ്ങോട്ട് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളൊരു മെത്തേഡ്. അതും ഇതിൻ്റെ നമ്മൾ നേരത്തെ ഇതെല്ലാം പറഞ്ഞതാണ്. അപ്പോൾ മൊഡ്യൂൾ 4-ൻ്റെ 14ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയാം. മൊഡ്യൂൾ 4-ൻ്റെ 14 മാർക്ക് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ അബൌട്ട് ദ മാഗ്നറ്റിക് പെർമിയബിലിറ്റിയുടെ ഡെറിവേഷനൊക്കെ എഴുതാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനുള്ളത് മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്നാണെന്നറിയാം, μ ആണ്. Mu is the ratio of
ratio of magnetic field flux density of the material to the field intensity ആണ്. അപ്പോൾ അതിൻ്റെ ഫോർമുല μr ഈക്വൽ ടു μ/μ0. മെഷർമെൻറ്റ് ഓഫ് മാഗ്നറ്റിക് പെർമിയബിലിറ്റിയെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ് എഴുതേണ്ടത്. The coil must have approximately 1 turn for every millimeter magnetic path length. The number of turns N, cross-sectional area AC, and magnetic path length LC must be known. Clean the surface of the core very carefully. The core halves must be clamped straight to each other with a sufficient force. The value of capacitor is not very critical, but must be large enough to pass the signal without high voltage losses. The resistor must have a value that is suitable for measuring the current. Set the function generator to the output a sine wave with a frequency between 100 and 1000 Hz. Adjust the voltage to large as possible amplitude where there is not any distortion is visible. Adjust the frequency so that both the voltage and current can be read with a high accuracy. The oscilloscope shows two signals, the voltage across inductor and the terminal voltage of function generator Vk. To obtain the voltage across the resistor Vr, these two signals must be subtracted by the oscilloscope and will result in the third waveform corresponds to the voltage across the resistor R. Vr of t is equal to Vk of t minus Vl of t. With the effective resistor voltage, the inductor current I can be determined. I is equal to Vr by R. From this, absolute permeability is calculated. B is equal to mu H is equal to mu Ni by Lc. 5/A ആണ് B എന്ന് പറയുന്നത്. തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അപ്പോൾ 5 അതിനകത്തുനിന്ന് എഴുതുന്നു. L is equal to N5/A ആണ്. അപ്പം ഈ കൂടെ കിടക്കുന്ന 5 എടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ എഴുതുന്നു. VL is equal to I into XL ആണ്. XL അറിയാം, L omega is equal to 2πfL. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അവസാനം നമുക്ക് mu കിട്ടുന്നു. mu is equal to mu0 μr ആണ്. μr is equal to mu/μ0 ആണ്. μr എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ്. അപ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ മെഷർമെൻറ്റ് ഓഫ് പെർമിയബിലിറ്റിയുടെ ആ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ അടുത്തത് ബി പാർട്ടായിട്ട് ചോദിക്കുന്നത് വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ടെമ്പറേച്ചർ മെഷർമെൻറ്റ് യൂസിങ് തെർമിസ്റ്റർ ആൻഡ് കമ്പയർ ദ ടെമ്പറേച്ചർ മെഷർമെൻറ്റ് യൂസിങ് RTD ആൻഡ് തെർമിസ്റ്റർ. നമുക്ക് 4 കോമൺലി യൂസ്ഡ് ടെമ്പറേച്ചർ സെൻസേഴ്സ് ആണുള്ളത്. RTD റെസിസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ, NTC നെഗറ്റീവ് ടെർമിനൽ, അത് തെർമിസ്റ്റർ, തെർമോകപ്പിൾ, സെമി കണ്ടക്ടർ ബേസ്ഡ് ടെമ്പറേച്ചർ സെൻസേഴ്സ്. അപ്പം ഫസ്റ്റ് പ്രിൻസിപ്പിളാണ് ചോദിച്ചത്. The working principle of thermistor is that its resistance is depend on its temperature. The resistance of a thermistor is measured using an ohm meter. അപ്പോൾ തെർമിസ്റ്ററിനെ പറ്റി നമ്മൾ കുറച്ച് എഴുതണം. അത് കഴിയുമ്പോൾ ചോദിക്കുന്നത് കമ്പയർ ചെയ്യാനാണ്. തെർമിസ്റ്ററും അഡ്വാൻറ്റേജും യൂസും ഒക്കെ നമുക്കിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എഴുതുക. റെസിസ്റ്റൻറ്റ് തെർമോമീറ്റർ, റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ RTDയുടെ കാര്യങ്ങൾ it uses the resistance of electrical conductor for measuring the temperature. This conductor is referred to as temperature sensor. The main function of RTD is to give the positive change in the resistance with the temperature. അതിൻ്റെ ഒരു കമ്പാരിസൺ എഴുതുക. പിന്നെ അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് കമ്പയർ ദ ടെമ്പറേച്ചർ മെഷർമെൻറ്റ് യൂസിങ് RTD എന്നാണ്. അപ്പോൾ ടെമ്പറേച്ചർ മെഷർമെൻറ്റ് ഇതിൻ്റെ ഫോർമുല RT ഈക്വൽ ടു R0 × 1 + α/t എന്നാണ്. അല്ല എഴുതി കഴിയുമ്പോൾ വേണമെങ്കിൽ നല്ല കമ്പാരിസൺ ഇവിടെയുണ്ട്. RTDയുടെ ടെമ്പറേച്ചർ റേഞ്ച് -250 to 900 C, തെർമിസ്റ്റർ -100 to 450 C. അപ്പോൾ അതും കൂടെ എഴുതി വെക്കുക. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ മെയിൻ റിക്വയർമെൻറ്റ്സ് ഇൻ ദ മാഗ്നറ്റിക് മെഷർമെൻറ്റ്സ്? മെഷർമെൻറ്റ് ഓഫ് വേരിയസ് പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ ആർ കോൾഡ് മാഗ്നറ്റിക് മെഷർമെൻറ്റ്സ്. അതിനകത്ത് പ്രിൻസിപ്പൽ റിക്വയർമെൻറ്റ്സ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. മെഷർമെൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, determination of BH curve, hysteresis loop for ferromagnetic material, determination of eddy current and hysteresis laws of ferromagnetic materials, testing of permanent magnets. അതാണ് മെയിൻ റിക്വയർമെൻറ്റ്സ്. അടുത്തത് 5th മോഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി അബൌട്ട് ഡിജിറ്റൽ വോൾട്ട് മീറ്റർ.
അപ്പോൾ ഡിജിറ്റൽ വോൾട്ട്മീറ്റർ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ വോൾട്ട്മീറ്റർ ഡിസ്പ്ലേസ് ദ വാല്യൂ ഓഫ് AC or DC വോൾട്ടേജ് ബീയിങ് മെഷേർഡ് ഡയറക്ട്ലി ആസ് എ ഡിസ്ക്രീറ്റ് ന്യൂമറൽസ് ഇൻ ദ ഡെസിമൽ നമ്പർ സിസ്റ്റം. അപ്പോൾ അത് ബാക്കി നിങ്ങൾ എഴുതുക. എക്സ്പ്ലനേഷൻസ് പറഞ്ഞപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നന്നായിട്ട് എഴുതുക. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതനുസരിച്ച് എഴുതുക, സമയം കളയാതെ. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ലിസാജസ് പാറ്റേൺ? ഇൻഡിക്കേറ്റ് ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ ഷേപ്പ് ഓഫ് ദിസ് ഫിഗർ ഡിപ്പെൻഡ്സ്. അതാണ് ലിസാജസ് പാറ്റേൺ എന്ന് പറയുന്നത്. The patterns that appear on the screen of a CRT when sinusoidal voltage are simultaneously applied to horizontal and vertical plates are called a Lisage's pattern. When two sinusoidal voltage of equal frequency which are in phase with each other are applied to the horizontal and vertical deflection plates, the pattern appearing on the screen is a straight line. Thus, when two equal voltage of equal frequency but with 90-degree phase displacement are applied to CRO, the trace on the screen is a circle. When two equal voltages of equal frequency but with a phase shift phi are applied to a CRO, we obtain an ellipse. An ellipse is also obtained when unequal voltage of same frequency are applied to the CRO. അപ്പോൾ സ്ക്രീനിൽ പറയുന്നത് എഴുതുക, ബാക്കി നിങ്ങൾ എഴുതുക. എല്ലാം എനിക്കിതിനകത്ത് പറയാൻ പറ്റത്തില്ല. അടുത്തത് 5th മോഡ്യൂളിൽ 14 മാർക്കിൻ്റെ അവിടെ നിന്നാണ് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് LVDT വിത്ത് ഡയഗ്രാം ആൻഡ് ഡ്രോ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. We know that LVDT, linear variable differential transformer, is widely used in inductive transducers to translate linear motion to its electrical signal. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുമ്പോൾ ഈ ഓപ്പറേഷൻസ് ഉണ്ട്. ES1 ES2 എന്ന് പറഞ്ഞ S1 S2 ഉണ്ട്. ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് ES1 മൈനസ് ES2 ആണ്. null position ES1 equal to ES2. ഇതാണ് അതിൻ്റെ കർവ്. The curve is practically linear for small displacements. Beyond this range of displacement, the curve starts to deviate from the straight line. പിന്നെ ഉള്ളത് LVDT പറ്റി അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ്. അപ്പോൾ അതിൻ്റെ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ഹൗ CRO ക്യാൻ ബി യൂസ്ഡ് ടു മെഷർ ദ ഫ്രീക്വൻസി ആൻഡ് ദ ഫേസ് ആംഗിൾ. അപ്പോൾ നമുക്ക് ലിസാജസ് പാറ്റേൺ അറിയാം. വാട്ട് ഈസ് ലിസാജസ് പാറ്റേൺ എന്നുള്ളത് അറിയാം. അത് സർക്കിൾ ആവുന്നതും സ്ട്രെയിറ്റ് ലൈൻ ആവുന്നതൊക്കെ അറിയാം. മെയിനായിട്ടും ഇഫ് ആൻ എലിപ്സ് ഈസ് വെൻ അൺഈക്വൽ വോൾട്ടേജ് ഓഫ് സെയിം ഫ്രീക്വൻസി അപ്ലൈ ചെയ്യുമ്പോഴാണ് CROയിൽ എലിപ്സ് ഉണ്ടാവുന്നത്. CRO എന്ന് പറയുന്നത് കാഥോഡ് റേ ഓസിലോസ്കോപ്പ് ആണ്. വി നോ ദാറ്റ് regardless of two amplitudes of the applied voltage, the ellipse provides a simple means of finding phase difference between two voltages. Sin phi is equal to y1 by y2 equal to x1 by x2. If major axis of the ellipse lies in the first and third quadrants, the phase angle is either between 0 degree to 90 degree or between the 270 degree or 360 degree. When major axis of ellipse lies in the second and fourth quadrant, that is when its slope is negative, the phase angle is either between 90 degree and 180 degree or between 180 degree and 270 degree. Measurement of phase, this is the determination of angle of phase shift. For frequency measurements, Lisage's pattern may be used for accurate measurement of frequency. The signal whose frequency is to be measured is applied to Y plate. An accurately calibrated standard variable frequency source is used to supply voltage to X plate with the internal sweep generator switched off. The standard frequency is adjusted until the pattern appears as a circle or an ellipse, indicating that both signals are of same frequency. Let us consider an example. Suppose sine waves are applied to X and Y plates. Let frequency of wave applied to Y plate is twice that of voltage applied to X plate. This means that CRT spot travels 2 complete cycles in the vertical direction against 1 in the horizontal direction. The 2 waves start at the same instant. Lisage's pattern may be constructed in the usual way and an H-shaped pattern with 2 loops is obtained. If 2 waves do not start at the same instant, we get different patterns for the same frequency ratios. Fv by Fx, number of times tangent touches top or bottom divided by number of times tangent touches either side, equal to number of horizontal tangencies divided by number of vertical tangencies. Fv is the frequency of signal applied to Y plate and Fx is the frequency of signal applied to X plate.
The above rule, however, does not hold for Lysage's pattern with free ends. Two lines are drawn, one horizontal and other vertical, so that they do not pass through any intersection of different parts of Lysage's curve. The number of intersection of horizontal and vertical lines with the Lysage's curve are individually counted. The frequency ratio is given by the ratio of frequency when open-ended Lysage's pattern are obtained can be found by treating the open-ends as half tangencies. FB by FS equal 5 by 2. അപ്പോൾ അവിടെ ഒക്കെയാണ് എഴുതേണ്ടത്. സോ നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ്റെ എ ഓപ്ഷൻ ആണ് ഹൗ സ്ട്രെയിൻ ഈസ് മെഷേർഡ് യൂസിങ് സ്ട്രെയിൻ ഗോജ്. Strain gauge is used to measure the mechanical surface tension. It can detect and convert the force or small mechanical displacement into electrical signals. Theory of strain gauge എന്ന് പറയുന്നത് let length L, area A, diameter D before being strained എഴുതുക. അത് കഴിഞ്ഞ് ഡെൽറ്റ L, ഡെൽറ്റ A, ഡെൽറ്റ D ചേഞ്ച് ഇൻ ലെങ്ത്, ഏരിയ, ഡയമീറ്റർ, പിന്നെ ഡെൽറ്റ R ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് അതൊക്കെ എഴുതി. റെസിസ്റ്റൻസ് ഓഫ് അൺസ്ട്രെയിൻഡ് ഗോജ് R is equal to rho L by A. ടെൻസൈൽ സ്ട്രെസ്, അവിടെ നിന്ന് നമ്മൾ ഡെറിവേറ്റീവിൻ്റെ ഫോർമുല. അങ്ങനെ for small variations the above relation can be written as delta R by R equal delta L by L plus 2V into delta L by L plus delta rho by rho. The gauge factor under GF is equal to delta R by R by delta L by L. So delta R by delta R is equal to GF into delta L by L. Epsilon strain 1 plus 2V G ആവും ഗോജ് ഫാക്ടർ. അപ്പോൾ ഇതൊക്കെയാണ് സ്ട്രെയിൻ ഗോജിനെ പറ്റിയുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് DSO, ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ്. 10ന്റെ B ആണിത്. ഇറ്റ് ഈസ് ആൻ ഓസിലോസ്കോപ്പ് വിച്ച് സ്റ്റോർസ് ആൻഡ് അനലൈസ് ദ സിഗ്നൽ digitally rather than using analog techniques. It is now most common type of oscilloscope in use because of the advanced trigger, storage, display and measurement of features which it typically provides. It displays the signal visually as well as numerically. Block diagram of DSO ഇതാണ്. Input signal amplifier, trigger, clock, time base, horizontal amplifier, CRT, digitizer, memory, analyzer, circuitry, waveform reconstruction, horizontal plates and vertical plates. ഇതാണ്. അപ്പോൾ 5ാമത്തെ മോഡ്യൂൾ കഴിഞ്ഞു. 11ന്റെ A ആണ്. A ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ എസെൻഷ്യൽസ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പ്രൊഡ്യൂസിങ് കൺട്രോളിംഗ് ടോർക്ക് ഇൻ ദ അനലോഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. എസെൻഷ്യൽസ് എന്ന് പറയുന്നത് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, കൺട്രോളിംഗ് ടോർക്ക്. കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, സ്പ്രിംഗ് കൺട്രോൾ, ഗ്രാവിറ്റി കൺട്രോൾ. അതിൻ്റെ ഡയഗ്രാം ഉണ്ട്. ഡാമ്പിംഗ് ടോർക്ക്, എയർ ഫ്രിക്ഷൻ. ഡാമ്പിംഗ് ടോർക്കിനകത്ത് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, എഡി കറണ്ട് ഡാമ്പിംഗ് ആൻഡ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്. അപ്പോൾ ഇതൊക്കെ ആണ് നമ്മളവിടെ എസെൻഷ്യൽസ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ബാക്കി നമുക്ക് അറിയാവുന്നതെല്ലാം എഴുതാം. എക്സ്പ്ലെയിൻ ദ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ വർക്കിംഗ് ഓഫ് അട്രാക്ഷൻ ടൈപ്പ് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെൻറ്റ്. ഗീവ് ദ ഇക്വേഷൻ ഫോർ ദ ടോർക്ക് ഓഫ് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഇതാണ് അട്രാക്ഷൻ ടൈപ്പിൻ്റെ ഫോർമുല. ഇറ്റ് ഹാസ് എ പോയിൻ്റർ, കോയിൽ വൈൻഡിങ്, ബാലൻസ് വെയ്റ്റ്, കൺട്രോൾ വെയ്റ്റ്, മൂവിംഗ് അയൺ, എയർ ഡാമ്പിംഗ് ചേംബർ. So when current passes through the coil, the magnetic field is developed which is stronger towards the inner side of the coil. The moving iron piece has a tendency to move from a position of weaker field to a position of stronger field. Hence it experiences a force of attraction and moves into the coil, resulting in the deflection of pointer. അതിനകത്ത് it consists of a flat disc of iron which is mounted on the spindle which carries the pointer. എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ് ഉപയോഗിക്കുന്നത്. കൺട്രോളിംഗ് ടോർക്ക് സ്പ്രിംഗ് കൺട്രോൾ ആണ് ഉപയോഗിക്കുന്നത്. അതാണ് അട്രാക്ഷൻ ടൈപ്പ്. ടോർക്ക് ഇക്വേഷൻ ഓഫ് മൂവിങ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ വർക്ക് ഡൺ ഈക്വൽ ടു ടോർക്ക് ഇൻ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ആണ്. Due to the change in the inductance, there will be a change in the energy stored in the magnetic field, TD into d theta. പിന്നെ അപ്ലൈഡ് വോൾട്ടേജ് നമുക്ക് ഈ ഒരു രീതിയിലല്ലാതെ E is equal to d phi by dt എന്നാണ്. phi എന്ന് പറയുന്നത് Li ആണ്. അത്
by എടുക്കുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി EL/dt = I²dl + IL/di എന്ന് വരും. Current changes from I to I plus di and inductor L to L plus dl. So stored energy changes from half Li square to half into I plus di whole square into L plus dl. Change in the stored energy half into I plus di the whole square into L plus dl minus half Li square. dl di very small ആയതുകൊണ്ട് അത് നെഗ്ലക്റ്റ് ചെയ്യുന്നു. Principle of conservation energy വെച്ച് electrical energy supplied equal to increased in stored energy plus mechanical work done. So Td into d theta equal to half I square dl now. So that is deflecting torque Td is equal to half I square dl by d theta. Controlling torque in the formula Tc is equal to k theta ആണ്. Finally steady state positionൽ controlling torque is equal to damping torque ആണ്. അപ്പോൾ രണ്ട് ഫോർമുലയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് തീറ്റ എന്ന് പറയുന്നത് ഹാഫ് I square by k dl by d theta എന്ന് കിട്ടും. സ്കെയിൽ നോൺ യൂണിഫോം ആയിരിക്കും. ഡിഫ്ലക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ RMS വാല്യൂ ഓഫ് ദ ഓപ്പറേറ്റിംഗ് കറണ്ട്. ഡിഫ്ലക്ഷൻ ടോർക്ക് ഈസ് ദെയർഫോർ ദ യൂണി ഡയറക്ഷണൽ whatever may be the polarity of current. പിന്നെ ഇതിനകത്ത് ചോദിക്കുന്നത് മെറിറ്റ്സും ഡിമെറിറ്റ്സും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. മൂവിങ് അയൺ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ചീപ്പാണ്, റോബസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷൻ. ദീസ് ഇൻസ്ട്രുമെൻറ്റ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ AC and DC. These instruments are reasonably accurate. MI possess high operating torque and can withstand overload momentarily. Disadvantages are non-uniform scales, not very sensitive. Power consumption is quite high in the moving iron instrument. Errors are introduced due to the change in the frequency in case of AC measurements, hysteresis, stray field and temperature errors. ഇതൊക്കെയാണ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Discuss the different types of damping. What is the necessity of damping and how damping is provided in PMMC instrument ആണ്. PMMC instrument എന്ന് പറയുമ്പോൾ പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് എന്നാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇത്രയും കമ്പോണൻസ് ആണുള്ളത്. ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം, മാഗ്നറ്റ് സിസ്റ്റം, കൺട്രോൾ സ്പ്രിംഗ്, ഡാമ്പിംഗ്, പോയിൻ്റർ, സ്കെയിൽ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാമ്പിംഗ് ആണ് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ഡാമ്പിങ് എന്ന് പറയുമ്പോൾ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്, എഡി കറണ്ട് ഡാമ്പിംഗ് ആണുള്ളത്. ഇവിടെ നമ്മൾ PMMC ഇതിൽ എഡി കറണ്ട് ഡാമ്പിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഡാമ്പിംഗ് ടോർക്ക് ഇൻ PMMC ഇൻസ്ട്രുമെൻ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ മൂവ്മെൻറ്റ് ഓഫ് അലുമിനിയം ഫോമർ ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് പെർമനൻറ്റ് മാഗ്നറ്റ്. ഡ്യൂ ടു ദ മൂവ്മെൻറ്റ് ഓഫ് അലുമിനിയം ഫോമർ an EMF is induced resulting in eddy current which opposes the motion, thereby provides a damping torque. How damping provided? അപ്പോൾ F is equal to NBIL, TD is equal to force into distance, TC is equal to K theta ആണ്, TD equal to TC. അപ്പോൾ theta is equal to G by K into I. Deflection is directly proportional to the current passing through the meter scale. Scale is uniform. അപ്പോൾ അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. മൂവിങ് കോയിൽ അമ്മീറ്ററിൻ്റെ ഒരു ന്യൂമറിക്കൽസ് ആണ്. അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അത് കറക്റ്റ് ഉത്തരം ഞാൻ പിൻ ചെയ്യുന്നതാണ്. അടുത്തത് derive the expression for transformation ratio and phase angle of current transformer using its equivalent circuit and phasor diagram ആണ്. അപ്പോൾ കറണ്ട് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ R is equal to primary phasor divided by secondary phasor എന്നാണ്. അപ്പോൾ പ്രൈമറി കറണ്ട് ഡിവൈഡഡ് ബൈ സെക്കൻഡറി കറണ്ട് ഫോർ CT, അതായത് കറണ്ട് ട്രാൻസ്ഫോമർ. അതിൻ്റെ ഫേസർ ഡയഗ്രാം എന്ന് പറയുമ്പോൾ കറണ്ട് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is used with its primary winding connected in series with a line carrying current to be measured, and therefore the primary current is not determined by the load on the current transformer secondary. Primary consists of a very few turns. There is no appreciable voltage. Secondary consists of large number of turns. Theory ആണിത്. സപ്ലൈ, ലോഡ്, കറണ്ട് കോയിൽ, പ്രഷർ കോയിൽ ടു ദ പൊട്ടൻഷ്യൽ സർക്യൂട്ട്. ഇതാണ് ഇക്വലൻറ്റ് സർക്യൂട്ട്. IP, RP, XP, IS, RS, XS, RE, XC, IE, IM, EP, ES. ഫേസർ ഡയഗ്രാം ആണിത്. ഇത് നമ്മൾ തെറ്റാതെ വരയ്ക്കേണ്ടതാണ്. വരച്ചു കഴിയുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ഫേസ് ആംഗിൾ ഓഫ് സെക്കൻഡറി ലോഡ് സർക്യൂട്ട്, പിന്നെ ഫേസ് ആംഗിൾ ഓഫ് ടോട്ടൽ ബർഡൻ, അത് കഴിയുമ്പോൾ ആംഗിൾ BAC എന്താണെന്ന്
അത് കഴിഞ്ഞ് AC OA OC സ്ക്വയർ ഇസ് ഈക്വൽ ടു എഴുതണം പൈതഗോറസ് തിയറം വെച്ച്. അവിടുന്ന് നമ്മൾ IP കണ്ടുപിടിക്കും. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് IP/IS ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. അതിൽ നിന്നും I0 വെരി വെരി ലെസ് ദാൻ NIS എന്ന് വരുമ്പോൾ I0 നെഗ്ലക്റ്റ് ചെയ്ത് അവിടുന്ന് പിന്നെ ഫോർമുല R is approximately n+I0/IS into sin delta plus alpha എന്നാകും. IM is equal to I0 cos alpha, I is equal to I0 sin alpha എന്നാകും. അപ്പോൾ n+IM sin delta plus IE cos delta ഡിവൈഡഡ് ബൈ IS എന്നാവും R. ഇതാണ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. അതിൻ്റെ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് ദ ആംഗിൾ ബൈ വിച്ച് സെക്കൻഡറി കറണ്ട് ഫേസർ വെൻ റിവേഴ്സ് ഡിഫേഴ്സ് ഇൻ ഫേസ് ഫ്രം ദ പ്രൈമറി കറണ്ട് ഈസ് നോൺ ആസ് ഫേസ് ആംഗിൾ. തീറ്റ പോസിറ്റീവ് ആണെങ്കിൽ NIS ലീഡ്സ് IP, തീറ്റ നെഗറ്റീവ് ആണെങ്കിൽ NIS ലാഗ്സ് ബിഹൈൻഡ് IP. tan തീറ്റ ഈക്വൽ ടു BC/OB സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തീറ്റ വെരി സ്മോൾ ആണ്, അതുകൊണ്ട് tan കളഞ്ഞു. തീറ്റ ഈസ് ഈക്വൽ ടു എന്നും പറഞ്ഞ് എഴുതി. I0 വെരി സ്മോൾ ആയതുകൊണ്ട് NISനേക്കാളും, സോ അത് നെഗ്ലക്റ്റ് ചെയ്തു. തീറ്റ അപ്രോക്സിമേറ്റ്ലി കോസ് ഡെൽറ്റ പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ NIS എന്നായി. കോസ് ഡെൽറ്റ പ്ലസ് ആൽഫ എക്സ്പാൻഡ് ചെയ്തു. ആൻസർ അത് റേഡിയൻസിലായിരുന്നു, അത് ഡിഗ്രിയിലാക്കി 180/π ഇൻറ്റു ചെയ്തു. അതാണ് എക്സ്പ്രഷൻ ഫോർ ദ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആൻഡ് ദ ഫേസ് ആംഗിൾ ഓഫ് കറണ്ട് ട്രാൻസ്ഫോമർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ ആണ്. അപ്പോൾ TC is equal to I1 I2 dm/dθ എന്നാണ്. അതിനകത്തുനിന്ന് I1 I2 എന്നുള്ളത് IP/IC എന്നും പറഞ്ഞെടുക്കുന്നു. പ്രഷർ കോയിൽ കറൻറ്റും കറണ്ട് കോയിൽ കറൻറ്റും. dm/dθ is the rate of change of mutual inductance with respect to angle theta. ഇതാണ് അതിൻ്റെ ഫോർമുല. സർക്യൂട്ട് ഓഫ് ഇലക്ട്രോ ഡൈനാമോമീറ്റർ. അതിൽ നിന്ന് പിന്നെ പ്രഷർ കോയിൽ പ്യുവർലി റെസിസ്റ്റീവ് ആണ്. കറണ്ട് ഈസ് ഇൻ ഫേസ് വിത്ത് ദ വോൾട്ടേജ്. So the value of current is given by the equation IP is equal to V/RP is equal to √2 V/RP sin omega t equal to √2 IP sin omega t. If the current coil lagged by voltage is in phase angle phi, the current through current coil is given as IC is equal to √2 I sin omega t minus phi. Instantaneous torque അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. IP/IC dm/dθ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ആൻസർ കിട്ടുന്നു. പിന്നെ അത് കഴിഞ്ഞ് ആവറേജ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് TD എടുക്കുന്നു. 1/T ഇൻ്റഗ്രൽ 0 to T TI d omega t എന്നാണ്. T ഇപ്പോൾ കിട്ടിയ ഇൻസ്റ്റൻറ്റേനിയസ് ടോർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. VI/RP cos phi dm/dθ എന്നാണ്. VI cos phi എന്ന് പറയുന്നത് പ്രഷർ P ആണ്, പവറാണ്. ദ കൺട്രോളിംഗ് ടോർക്ക് TC is equal to K∅ ആണ്. ബാലൻസ് കണ്ടീഷനിൽ കൺട്രോളിംഗ് ടോർക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്കും സെയിം ആയിരിക്കും. സോ K∅ is equal to that formula. So theta is equal to കിട്ടുന്നു. അതിലകത്ത് K1 എന്ന് പറയുന്നത് 1/RPK എന്നാണ്. അങ്ങനെ വരുമ്പോൾ K1 VI cos phi dm/dθ equal to K1 dm/dθ into P. Since deflection is proportional to the power, the scale of the instrument is uniform. ഇതാണ് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ അതിൻ്റെ B പോർഷൻ ആണ്. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഇലക്ട്രോണിക് എനർജി മീറ്റർ. വാട്ട് ആർ ദ മെറിറ്റ്സ് ആൻഡ് കമ്പയർഡ് ടു ദ ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റർ. വർക്കിംഗ് ഓഫ് ഇലക്ട്രോണിക് എനർജി മീറ്റർ. ദ ബേസിക് ഇലക്ട്രോണിക് എനർജി മീറ്റർ സെൻസസ് ദ കറണ്ട് ആൻഡ് വോൾട്ടേജ് വിച്ച് സിഗ്നൽസ് ഫ്രം ദ സർക്യൂട്ടറി, converts them into this digital signal and makes necessary calculation to get the units of അതാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ. പിന്നെ ഇലക്ട്രോണിക് എനർജിയുടെ ഡയഗ്രമാണിത്. ഇങ്ങനെയാണ് സിസ്റ്റം കൺട്രോൾ, വോൾട്ടേജ് സെൻസർ, കറണ്ട് സെൻസേഴ്സ്, മെമ്മറി, 4 ക്വാഡ്രൻറ്റ് മെട്രോളജി, പ്രോസസ്സർ, ടെർമിനൽ ബ്ലോക്ക്. നിങ്ങൾക്ക് വേറെ ഇതിൻ്റെ അറിയാമെങ്കിൽ അത് എഴുതുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. അഡ്വാൻറ്റേജ് ഓഫ് ഇലക്ട്രോണിക് എനർജി മീറ്റർ എന്ന് പറയുന്നത് ബെറ്റർ ആക്യുറസി, ലോ കറണ്ട് പെർഫോമൻസ്, ലോ വോൾട്ടേജ് പെർഫോമൻസ്, ഡിഫിക്കൽട്ട്. അതൊക്കെയാണ് ഇലക്ട്രോണിക് എനർജി മീറ്ററിൻ്റെ എക്സ്പ്ലനേഷൻസ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് എഴുതാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൊഡ്യൂൾ 3 നിന്നാണ്. ഡ്രോ ദ സർക്യൂട്ട് ആൻഡ് ഫേസർ ഡയഗ്രാം ഓഫ് ഷെറിംഗ് ബ്രിഡ്ജ് ഫോർ മെഷർമെൻറ്റ് ഓഫ് കപ്പാസിറ്റൻസ്.
ഷെറിംഗ് ബ്രിഡ്ജ് മെഷർമെൻറ്റ് ഓഫ് കപ്പാസിറ്റൻസിന് ഉപയോഗിക്കുന്ന ഒരു AC ബ്രിഡ്ജിന് ആണ്. അപ്പോൾ അതിൻ്റെ ഫോർമുല അതിൻ്റെ ഡയഗ്രാം നമുക്കിങ്ങനെ വരയ്ക്കാം. R1 C1 ഒരു ഇതിൽ ഒരെണ്ണം പാരലായിട്ട് ഒരു ആമിൽ, അങ്ങനെ പലർക്കും പല രീതിയിലായിരിക്കും. ഓരോരുത്തർ അവസാനം ഫോർമുല വരുമ്പോൾ റിയൽ ആൻഡ് ഇമാജിനറി ഇക്വേഷൻ ചെയ്ത് കഴിയുമ്പോൾ R1 = R3 C4/C2, C1 = C2 × R4/R3 എന്നാണ്. ഡിസിപ്പേഷൻ പാറ്റേൺ ആണ്, ഗാൽവനോമീറ്റർ അല്ല അതിൻ്റെ ഭാഗത്ത് ഡിസിപ്പേഷൻ പാറ്റേൺ ആണ്. പിന്നെ ഫേസർ ഡയഗ്രാം ഇങ്ങനെയൊന്നും വരയ്ക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ ഇതിൽ ഞാൻ വേറൊരു ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഷെറിംഗ് ബ്രിഡ്ജ് എങ്ങനെയാണെന്ന്, അത് നോക്കുക. D1 = ഡിസിപ്പേഷൻ ഫാക്ടറാണ്. D1 = ωc4R4 എന്ന് വരും. അതാണ് ഫോർ ദ അൺനോൺ കപ്പാസിറ്റൻസിനും ഒക്കെ. അടുത്തതിൻ്റെ ബി പോർഷൻ, എക്സ്പ്ലെയിൻ ദ ലോസ് ഓഫ് ചാർജ് മെത്തേഡ് ഫോർ മെഷർമെൻറ്റ് ഓഫ് ഹൈ റെസിസ്റ്റൻസ്. നമ്മൾ വോൾട്ട് മീറ്റർ, റെസിസ്റ്റർ, കപ്പാസിറ്റർ പാരലായിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് V = V e⁻t/C ആണെന്ന് കിട്ടും. അതിൽ നിന്നും R = 0.4343t/C log V/V എന്നൊരു ഓപ്ഷൻ ഇത് കിട്ടും. അതാണ് ഈ ലോസ് ഓഫ് ചാർജ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇത് ഞാൻ കറക്റ്റ് രീതിയിൽ ചെസ്റ്റ് എവിടെയൊക്കെയാണ് എന്തെല്ലാം കിടക്കുന്നതെന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇത് അപ്പാടെ എഴുതി വെക്കരുത്. താങ്ക് യു.